ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടന്നെ മോന് സ്കൂൾക്ക് കൊടുത്തു വിടാനുള്ള ചോറും അതുപോലെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുടിക്കാൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല. അതൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ മോന് സ്കൂൾക്ക് കൊടുത്തു വിടാനുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ അന്ന് രാവിലെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊറോട്ടയും അതുപോലെ എന്തെങ്കിലും കറിയൊക്കെ മേടിച്ചിട്ട് വരാണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൽ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചിടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. മോനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. മോനോടെ എഴുന്നേറ്റ് സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് രാവിലേക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പുറത്തും പോയിട്ടുണ്ട്. മോൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചെടികളൊന്നുമില്ല. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അതിൽ കുറച്ച് ചെടികൾ തന്നെ കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി നേരായിട്ട് വേണം ഇനി കുറച്ചുകൂടി ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വൈകിട്ട് നനക്കണം. ഇടയ്ക്കും നിലക്കൊക്കെ മഴ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ട്. ഇപ്പോൾ ഇന്ന് നനക്കുന്ന ദിവസം മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെടികളൊക്കെ നനച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ട ഇതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മോനിത് പുറത്ത് സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. വന്ന പാടന്നെ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ മോന് സ്കൂളിൽ പറഞ്ഞേക്കാണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും പിന്നെ ലിവർ വരട്ടിയതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മോനെ റെഡിയാക്കിയിട്ട് മോനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നേരത്തെ വരുമ്പോൾ പൊറോട്ട ഒക്കെ മേടിച്ച് വരുന്ന ടൈമിൽ തന്നെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫ് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തക്കാളിയും അതുപോലെ വെല്ലുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ബീഫൊന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ട് കുറുമ പോലെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടികളും വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അട്ടേഷനും ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തൊന്നും എത്താൻ വേണ്ടിയിട്ടാണ് എല്ലായിടും നല്ലോണം തിരുമ്പി കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ കുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ള പാത്രങ്ങളും അതുപോലെ ജാറും കാര്യങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ഇന്നിപ്പോൾ ഉച്ചക്ക് ഞാൻ മോര് കാച്ചിയതും ബീഫ് വരട്ടിയതൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള മോര് ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. അത് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തള വന്നിട്ട് വേണം ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മളവിടെ മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് തന്നെ കുറച്ച് കടുകും അതുപോലെ വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നേരെ നമുക്ക് മോര് കാച്ചിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മോര് കാച്ചിയതോടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെക്കണം. ഇനി ബീഫ് ഒന്ന് താളിച്ചെടുക്കണം. അതിനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഒലുവയും അതുപോലെ കുറച്ച് ജീരകം വറ്റൽമുളകും വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പാനിലോട്ട് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് കുറുമ പോലെയല്ല വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ബീഫൊക്കെ ആയ ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഞങ്ങളെല്ലാവരും ഉച്ചക്ക് ഫുഡൊക്കെ വെച്ചിട്ട് മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് തന്നെ പോയി. പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എണ്ണയിലോട്ട് ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനി മോന് സ്കൂളിൽ വരുമ്പോഴൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട്ലേറ്റ് രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട്ലേറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റും അതുപോലെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇക്കാനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോയാലാണ് മോനെ വിളിക്കാൻ പറ്റുള്ളൂ. മോനെ 3 മണിക്ക് സ്കൂൾ വിടും. അപ്പോൾ ഇക്ക മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക സ്കൂളിൽ പോയിട്ട് മോനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. വന്ന ശേഷം അവനെ കുളിപ്പിച്ചിട്ട് അവന് ചായയും കട്ട്ലേറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ മോള് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് ഇപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഒക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുട്ടികൾക്ക് ചെറിയ ടോയ്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അതൊക്കെ ആയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയതാണ്. പത്തിരിപ്പാലുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയ പോലെ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മോൾക്കുമ്പോൾ ഫ്രൈഡ് റൈസ് ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. മോന് 2 പൊറോട്ടയും അതുപോലെ ബട്ടർ നാനോ ഗാർലിക് നാനോ എന്തോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് മോൾക്ക് ഫ്രൈഡ് റൈസ് ആണ്. അവൾ അതാണെങ്കിൽ കുറച്ചേലും കഴിക്കും. അപ്പോൾ അത് തന്നെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. ഇക്കാക്കൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇക്കാക്കൾ വരുന്നുള്ളൂ. അപ്പോൾ മോള് വെള്ളം കണ്ടപ്പോൾ എനിക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. പേടിച്ചിട്ടാണ്, കാരണം കുപ്പി ഗ്ലാസ് അല്ലേ വീണ് പൊട്ടിയാൽ ശ്രദ്ധിക്കണം പറഞ്ഞിട്ട് ഞാൻ അവരോട് പേപ്പർ ഗ്ലാസ്സൊക്കെ ചോദിച്ചപ്പോൾ അതില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ ഇക്കാൻ്റെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പോണ വഴിക്കൊക്കെ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് വെച്ചത് കേട്ടിട്ട് മോള് പിന്നെ ഭയങ്കര ഡാൻസായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.